യാക്കോബ് അധ്യായം 2. എന്റെ സഹോദരരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ സഭായോഗത്തിൽ പൊന്മോതിരവും പകിട്ടുള്ള വസ്ത്രവും ധരിച്ച ഒരുവനും മുഷിഞ്ഞ വേഷം ധരിച്ച ഒരു ദരിദ്രനും വരുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ വിശിഷ്ട വസ്ത്രം ധരിച്ചവനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഈ നല്ല സ്ഥാനത്ത് ഇരുന്നാലും എന്ന് പറയുകയും ദരിദ്രനോട് നീ അവിടെ നിൽക്കൂ എന്നോ എന്റെ കാൽക്കൽ ഇരിക്കൂ എന്നോ പറയുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ പക്ഷപാതം കാണിക്കുകയും ദുരുദ്ദേശത്തോടെ വിധിക്കുകയുമല്ലേ ചെയ്യുന്നത്? എന്റെ പ്രിയ സഹോദരരെ, ശ്രദ്ധിപ്പിൻ. ദൈവം ഈ ലോകത്തിലെ ദരിദ്രരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള രാജ്യത്തിന്റെ അവകാശികളുമായി തിരഞ്ഞെടുത്തില്ലേ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ധനികരല്ലേ നിങ്ങളെ പീഡിപ്പിക്കുകയും കോടതിയിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യുന്നത്? നിങ്ങൾക്ക് നൽകപ്പെട്ട ശ്രേഷ്ഠ നാമത്തെ അവരല്ലേ ദൂഷിക്കുന്നത്? എന്നാൽ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തനുസരിച്ച് രാജകീയ നിയമം പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉത്തമമായത് പ്രവർത്തിക്കുന്നു. പക്ഷഭേദം കാണിക്കുന്നുവെങ്കിലോ നിങ്ങൾ പാപം ചെയ്യുന്നു. നിങ്ങൾ കുറ്റക്കാരെന്ന് ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുകയും ചെയ്യുന്നു. ന്യായപ്രമാണം സകലവും അനുസരിക്കുകയും ഒരു കാര്യത്തിൽ തെറ്റിപ്പോവുകയും ചെയ്യുന്നവൻ സകലത്തിലും കുറ്റക്കാരനാണ്. കാരണം വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നുവെങ്കിൽ നീ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധിയുണ്ടാകും. കരുണ ന്യായവിധിയുടെ മേൽ വിജയം നേടുന്നു. എന്റെ സഹോദരരെ, ഒരാൾ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? ആ വിശ്വാസം അയാളെ രക്ഷിക്കുമോ? ഒരു സഹോദരനോ സഹോദരിക്കോ വസ്ത്രവും ഭക്ഷണവും ഇല്ലാതിരിക്കുന്നു എന്ന് വയ്ക്കുക. നിങ്ങളിൽ ഒരാൾ ചെന്ന് അയാളോട് സമാധാനത്തോടെ പോയി തീ കായുക, ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതല്ലാതെ അയാളുടെ ദേഹരക്ഷയ്ക്ക് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ടെന്ത് പ്രയോജനം? അതിനാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം സ്വതേ നിർജീവമാണ്. എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് ഒരാൾ പറഞ്ഞേക്കാം. പ്രവൃത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എനിക്ക് കാണിച്ചു തരിക. പ്രവൃത്തിയിലൂടെ എന്റെ വിശ്വാസം ഞാനും കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നു, നല്ലത് തന്നെ. പിശാചുക്കൾ പോലും അത് വിശ്വസിക്കുകയും നടുങ്ങുകയും ചെയ്യുന്നു. ഭോഷനായ മനുഷ്യ, പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിഷ്പ്രയോജനമെന്ന് നിനക്ക് തെളിയിച്ചു തരണമോ? നമ്മുടെ പിതാവായ അബ്രഹാം പുത്രനായ ഇസാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചപ്പോൾ പ്രവൃത്തിയാലല്ലേ നീതീകരിക്കപ്പെട്ടത്? അദ്ദേഹത്തിന്റെ വിശ്വാസം പ്രവൃത്തിയോടൊപ്പം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർത്തീകരിക്കപ്പെട്ടുവെന്നും നിങ്ങൾ കാണുന്നുവല്ലോ എന്നുള്ള തിരുവെഴുത്ത് ഇങ്ങനെ നിറവേറുകയും അദ്ദേഹം ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ വിശ്വാസത്താൽ മാത്രമല്ല പ്രവൃത്തികളാലത്രേ നീതീകരിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ കാണുന്നു. അതുപോലെ രാഹാബ് എന്ന വേശ്യയും ആ രഹസ്യദൂതന്മാരെ സ്വീകരിക്കുകയും അവരെ വേറൊരു വഴിക്ക് പറഞ്ഞയക്കുകയും ചെയ്തപ്പോൾ പ്രവൃത്തികളാലല്ലേ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു.